ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും ഈ വിഷയം ഒരു ചെറിയ കാര്യം പോലും സംസാരിക്കാൻ CPM തയ്യാറാവാതെ അവസാനം മരണത്തിന് ശേഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ആഘാതത്തിൽ നിന്ന് മുഖം രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിന്റെ ഭാഗമാണ്. മറച്ചുവെക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നേരിട്ട് ഇന്ന് SP-ക്ക് പരാതി നൽകാനും അദ്ദേഹം തയ്യാറായത്. അർബൻ ബാങ്ക് വിഷയത്തിൽ നേരത്തെ തന്നെ പാർട്ടി തലത്തിൽ അന്വേഷണം നടന്നതും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള ചില ആക്ഷൻസിലേക്ക് പാർട്ടി തലത്തിൽ കടന്നതുമാണ്. ഒരു കാരണവശാലും IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടതായ സാമ്പത്തിക ഇടപാടോ മറ്റുള്ളതായിരിക്കുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ വിജയേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതുകൊണ്ട് ഈ മരണത്തിൽ, സങ്കടകരമായ മരണത്തിൽ വിജയേട്ടൻ മാത്രമല്ല, വിജയേട്ടന്റെ മകനും നമ്മെ വിട്ടുപോവുകയുണ്ട്. വിജയേട്ടൻ മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള പിൻ പോയിന്റ് നടത്താമായിരുന്നു. അപ്പൊ ഇതിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. ആ സാധ്യതയെക്കുറിച്ച് പൂർണ്ണ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പോലീസ് എല്ലാം പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണവുമായി പാർട്ടി സമ്പൂർണമായി സഹകരിക്കും. പോലീസ് രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വത്തിലേക്കും മറ്റും നീങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയും പാർട്ടി ആലോചിക്കും.